മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മനു വന്ന് ബാലേന്ദ്രനോടും അലീനയോടും മാറി മാറി പറയുന്നുണ്ട്. ബാലേന്ദ്രനോട് കെഞ്ചി പറയുന്നു, കുറച്ച് ദിവസത്തേക്കെങ്കിലും അലീനെ ഈ വീട്ടിൽ നിന്നൊന്ന് മാറ്റി നിർത്തട്ടെ എന്ന്. ഒരു വിധത്തിൽ ബാലേന്ദ്രൻ കേൾക്കുന്നില്ല. അലീന ഈ വീട്ടിൽ നിന്നും പോകത്തില്ലെന്നും ബാലേന്ദ്രൻ അലീനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടത്തില്ലെന്നും വാശി പിടിച്ച് നിൽക്കുമ്പോൾ മനു ഈ വിവരം വീട്ടിൽ വന്ന് രാജീവനോട് പറയുമ്പോൾ രാജീവനും വാശിയാകുന്നുണ്ട്. ഇന്ന് തന്നെ അവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടേ ഉള്ളൂ കാര്യം എന്നും പറഞ്ഞ് ബാലേന്ദ്രനെയും അലീനയും കാണാനായിട്ട് രാജീവനും ഹരിയും കൂടി ചെല്ലുന്നു. അലീനയെ പിടിച്ചു നിർത്തി വൈജയന്തി ബാലേന്ദ്രനോട് പറയുന്നു, ഇവളെ ഇന്ന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ എൻ്റെ പേര് വൈജയന്തി എന്നല്ല, ആ പേര് എന്നേ കൊല്ലപ്പള്ളിയിൽ ഒരു പട്ടിക്കിട്ടു കൊടുത്തെന്ന് ബാലേന്ദ്രനും തിരിച്ചു പറയുന്നു. ഒടുക്ക അവരെല്ലാവരും കൂടി അലീനയെ വലിച്ചുകൊണ്ട് പോകുന്നു. ബബിത അലീനയുടെ വാ പൊത്തിപ്പിടിച്ചിട്ടുണ്ട് സൗണ്ട് പുറത്ത് കേൾക്കാതിരിക്കാൻ. ഗേറ്റിന് പുറത്ത് റോഡിലേക്ക് കൊണ്ടുവന്ന് തള്ളിയിടുമ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, ഇതൊരു പെൺകുട്ടിയല്ലേ, ഇവളിങ്ങനെ ആക്രമിക്കുന്ന എന്തിനാന്ന് നോക്കുമ്പോൾ ഇതൊരു പെൺകുട്ടിയല്ല, പിശാച, കുടുംബം തകർക്കാൻ നടക്കുന്ന പിശാചെന്ന് വൈജയന്തി കലിയോട് അവരോടും പറയുന്നു. അലീനയാണെങ്കിൽ ആകെ നാണം കെട്ട് എല്ലാവരുടെയും മുമ്പിൽ തല കുനിച്ച് നിൽക്കുന്നു. ദേ കിടക്കുന്ന നിന്റെ പെട്ടിയും പ്രമാണോ എല്ലാം എടുത്തോണ്ട് പോടി, മേല ഈ ഗേറ്റിനപ്പുറത്തേക്ക് വന്നു പോകരുത്, നാണോ മാനവും കെട്ടവളെന്ന് വൈജയന്തി അലീനയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അലീന നിസ്സഹായതയോട് പറയുന്നു, വലിയ വിഷമത്തോടെ ഞാൻ ഇവിടുന്ന് പോകുന്നത് എന്നെ ഓർത്തിട്ടല്ല, നിങ്ങളെ ഓർത്തിട്ട്. ആ സമയത്ത് നിസ്സഹായനായി നിൽക്കുന്ന ബാലേന്ദ്രൻ പെട്ടി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും പേരുടെ മുമ്പിൽ ബാലേന്ദ്രൻ ഒറ്റയ്ക്ക് എന്തായാലും അലീനെ അവിടെ പിടിച്ചു നിർത്താൻ വാശി പിടിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ. അലീന വൈജയന്തിയുടെ മകളാണെന്നുള്ള സത്യം ബാലേന്ദ്രന് മാത്രമേ അറിയാവൂ. ബാലേന്ദ്രൻ്റെ കണ്ണിൽ അലീന മകളാണെന്ന് അറിഞ്ഞു വെച്ചിട്ട് പോലും ആ സത്യം മറ്റാരോടും തുറന്നു പറയാൻ നിന്നിട്ടില്ല. ആ വീട്ടിലെ എല്ലാവരെയും സഹോദരങ്ങളും മുത്തശ്ശിയും അച്ഛനും അമ്മയായിട്ടൊക്കെ തന്നെയാണ് അലീന ട്രീറ്റ് ചെയ്തിട്ടുള്ളതും. അങ്ങനെയുള്ള അവളെ യാതൊരു തെറ്റും ചെയ്യാതെ എല്ലാവരും ക്രൂശിക്കുന്നത് കണ്ടിട്ട് ബാലേന്ദ്രന് പിന്നെ അവിടെ നിൽക്കാൻ മനസ്സ് വന്നില്ല. അലീനയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി കളഞ്ഞതിൻ്റെ സന്തോഷത്തിൽ വൈജയന്തിയും രോഹിത്തും ഹരിയും ബബിതയും രാജീവനൊക്കെ സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് ബബിതയാണെങ്കിൽ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് ദേ അച്ഛൻ എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുമ്പം പെട്ടി സാധനങ്ങളും എടുത്തു വരുന്ന ബാലേന്ദ്രൻ്റെ പിന്നാലെ നമ്മുടെ കൃഷ്ണമോൾ അച്ഛാ പോയില്ലെന്ന് പറഞ്ഞ് പിന്നാലെ വരുന്നുണ്ട്. കൃഷ്ണമോളോട് പോലും ബാലേന്ദ്രൻ മാറി നിൽക്കുന്ന കടിപ്പിച്ച് പറഞ്ഞ് കാറിനുള്ളിൽ കയറി ഡോർ അടയ്ക്കുന്നുണ്ട്. അതിനുശേഷം രാജീവൻ ആ വണ്ടി തടഞ്ഞ് മുന്നോട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്കും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഹൈ സ്പീഡിന് വരുന്നത് കണ്ട് രാജീവനാണെങ്കിൽ എങ്ങനെയോ രക്ഷപ്പെട്ട് രോഹിത്തിൻ്റെ മണ്ടയിലേക്ക് ചാഞ്ഞു വീഴുന്നു. വൈജയന്തി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ അന്താളിച്ച് നോക്കി നിൽക്കുന്നു. ബാലേന്ദ്രൻ പിണങ്ങിപ്പോയതാണെന്ന് വൈജയന്തിക്ക് മനസ്സിലായി. ഇനി എന്താകും, അലീനയോടൊപ്പം ബാലേന്ദ്രനും വീട് വിട്ട് ഇറങ്ങിയതാണോ, ഇനി അവളെ കൂട്ടിക്കൊണ്ട് വാടക വീട്ടിലെങ്ങാനും താമസിക്കാനോ സ്വന്തം വീട്ടിലേക്കെങ്ങാനും പോയതാണോ എന്നൊക്കെയുള്ളൊരു ടെൻഷനാണ് വൈജയന്തിയുടെ മുഖത്തുള്ളത്. വൈജയന്തിയെ സംബന്ധിച്ച് അലീനയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടെങ്കിലും അതിൻ്റെ സന്തോഷം അല്പനിമിഷം പോലും ആഘോഷിക്കുന്നതിന് മുമ്പ് ബാലേന്ദ്രൻ്റെ പടിയിറക്കം സഹിക്കുന്നതിനും അപ്പുറമുള്ള വിഷമത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു.